എൻ്റെ താലി പാർട്ട് 11. കഥ അവതരണം തുമ്പി. ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രേണു വീണ്ടും ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവൾ ഫോൺ എടുത്തു. കോണ്ടാക്റ്റ് മാറ്റി മാറ്റി നോക്കുകയാണ്. കുറേ സമയം നോക്കിയതിനു ശേഷം ലക്ഷ്മിയുടെ ഫോൺ നമ്പർ കിട്ടി. പെട്ടെന്ന് അവൾ ആ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. റിങ് റിങ് റിങ്. പെട്ടെന്ന് മറുവശത്തുള്ള ശബ്ദം. ഹലോ, ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ്. രേണു മൃദുവായെങ്കിലും ഉറച്ച ശബ്ദത്തിൽ, ഹലോ ചേട്ടത്തി, ഞാൻ രേണുവാണ്. മുൻപ് ഇവിടെ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്തിരുന്നു. ലക്ഷ്മി ആശ്ചര്യത്തോടെ ചോദിച്ചു. രേണുവേ, എത്ര നാളായി? എവിടെയായിരുന്നെന്ന് നീ? വിവാഹം കഴിഞ്ഞു എന്നാണല്ലോ കേട്ടത്. രേണു ഒരു നിമിഷം മിണ്ടാതിരിക്കുന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീർ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തളരാതെ അവൾ സംസാരിക്കുന്നുണ്ട്. അതെ ചേട്ടത്തി, വിവാഹം കഴിഞ്ഞു. ഒരു കുഞ്ഞുമുണ്ട്. 1 വയസ്സായി. പക്ഷേ എനിക്കിപ്പോൾ വീണ്ടും ജോലി വേണം. എന്ത് പോസ്റ്റായാലും ഞാൻ ചെയ്തോളാം. എനിക്കിപ്പോൾ ജോലി അത്യാവശ്യമാണ്. ലക്ഷ്മി, എന്താ രേണുവേ പ്രശ്നം? നിനക്ക് സുഖമാണോ? രേണു, സുഖം തന്നെയാണ് ചേട്ടത്തി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശബ്ദം കേട്ടപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നുകയാണ്. ലക്ഷ്മി അവളോട് പറഞ്ഞു, എന്തായാലും ചേട്ടത്തിയോട് പറ. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ലക്ഷ്മിയോട് തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, ആർക്കും ആശ്രയമാകാതെ എൻ്റെ കൈകൊണ്ട് തന്നെ സമ്പാദിച്ച് എൻ്റെ കുഞ്ഞിനെ നോക്കി എനിക്ക് ജീവിക്കണം ഈ ലോകത്ത്. അതും പറഞ്ഞവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കുഞ്ഞ് ഉറക്കത്തിൽ ചെറുതായി പുഞ്ചിരിക്കുന്നു. ലക്ഷ്മി, നാളെ രാവിലെ വാ. നമ്മുടെ പുതിയ ബ്രാഞ്ചിൽ സ്റ്റാഫ് കുറവുണ്ട്. നിനക്ക് പഴയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ മാനേജരോട് സംസാരിക്കാം. രേണു, നന്ദി, വളരെ നന്ദി ചേട്ടത്തി. ഞാൻ നാളെ തന്നെ വരാം. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. കണ്ണുനീർ തുള്ളികൾ മെല്ലെ അവളുടെ കവിൾ തടങ്ങളിലൂടെ ഒഴുകി. അത് ദുഃഖത്തിൻ്റെ കണ്ണുനീറല്ല, പ്രതീക്ഷയുടേതാണ്. ശേഷം അവൾ കഴുത്തിൽ കിടന്ന താലി ഊരി വയ്ക്കുകയാണ്. ഈ താലി എൻ്റെ കഴുത്തിൽ ഇനി വേണ്ട. ഇനി ഇതിൻ്റെ ഭാരം ഞാൻ വഹിക്കില്ല. എൻ്റെ മകൻ, അവൻ്റെ ഭാവിയാണ് ഇനി എൻ്റെ ജീവിതം. ലക്ഷ്മി വീണ്ടും രേണുവിനെ ഫോൺ വിളിക്കുകയാണ്. PG വരെയോ മറ്റോ പഠിച്ചതല്ലേ കുട്ടി നീ വെറും ഒരു സെയിൽസ് ഗേളായിട്ട് ഇവിടെ നിൽക്കേണ്ട കേട്ടോ. അക്കൗണ്ട് സെക്ഷനിൽ ഒരു പോസ്റ്റ് ഉണ്ട്. നാളെ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് കൂടി എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. അതിനിടയിൽ മറ്റൊന്ന് സംഭവിച്ചു. രേണുവിൻ്റെ മുറിയിലെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചപ്പോൾ അതിനിടയിൽ നിന്നും അവൾക്കൊരു കത്ത് കിട്ടുന്നു. കൂട്ടത്തിൽ ഒരു ഫോട്ടോയും. പഴയ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. അവൾ ആ ഫോട്ടോ എടുത്തു. കുറച്ച് സമയം അതിൽ നോക്കി നിൽക്കുകയാണ്. ആ വെള്ളാരം കണ്ണുകൾ തന്നോടെന്തോ പറയുന്ന പോലെ അവൾക്ക് തോന്നി. താൻ ആദിയെ ചതിച്ചത് കൊണ്ടായിരിക്കും തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന് അവൾ ഓർത്തു. ആദി ഇപ്പോൾ എവിടെയായിരിക്കും? അവനിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് വീണ കത്ത് അവൾ മെല്ലെ എടുത്തു. പഴയ വെള്ളക്കവറിന് മഞ്ഞ നിറം പിടിച്ചിരിക്കുന്നു. അവളുടെ വിരലുകൾ അല്പം വിറച്ചു. കവർ തുറന്നു. കോളേജ് കാലത്തിൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ അവളെ തഴുകുന്നുണ്ടായിരുന്നു. കത്ത് നിവർത്തി അവൾ വായിച്ചു നോക്കി. പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ നിന്നും വീണ കത്ത് രേണു മെല്ലെ എടുത്തു. അവളുടെ വിരലുകൾ അല്പം വിറച്ചു. കവർ തുറന്ന് അവളത് വായിച്ചു. രേണു, നീ ചിരിക്കുമ്പോൾ ലോകം മുഴുവൻ വെളിച്ചമാവുന്ന പോലെ തോന്നുന്നു. നിന്റെ കണ്ണുകളിൽ ഞാൻ എൻ്റെ ഭാവി കാണുന്നു. നീ ഇല്ലാതെ ഒരു ദിവസം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ പറയാതെ മനസ്സിലാക്കുന്നവളാണ് നീ. എൻ്റെ പ്രണയം ഒരിക്കലും നിനക്കൊരു ഭാരമാവില്ല. അത് നിനക്കൊരു നിഴലായി എന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നിൻ്റെ ആദി. പിന്നെ ഹേർട്ട് സിമ്പിൾസ്. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കണ്ണുനീർ തുള്ളികൾ അക്ഷരങ്ങളിൽ വീഴുന്നുണ്ടായിരുന്നു. നിൻ്റെ ആദി. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അവൾ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം കണ്ണുകൾ മെല്ലെ പൂട്ടി. പഴയ സ്വപ്നം, പഴയ പ്രണയം, പക്ഷേ പഴയ അവൾ. പിന്നെ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ അവൾ ഒരു അമ്മയാണ്, ഒരു അതിജീവകയാണ്. കത്ത് മെല്ലെ മടക്കി അവൾ ഹൃദയത്തിൽ അണ്ണോണം സൂക്ഷിച്ചു വെച്ചു.
പക്ഷേ ആ വരികൾ നിന്റെ ആദി അവളുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു. രേണു കത്ത് നെഞ്ചോട് ചേർത്തു. ആദിയുടെ ഓർമ്മകളുമായി പുറത്ത് മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. മഴത്തുള്ളികളുടെ ശബ്ദം അവളുടെ ഉള്ളിലെ ചിന്തകളോടുകൂടെ ചേരുന്നത് പോലെ അവൾക്ക് തോന്നി. ആദി മെല്ലെ അവൾ വിളിച്ചു. ഒരു നിമിഷം അവൾക്ക് തോന്നി തന്നെ ഒരിക്കൽ ശരിക്കും മനസ്സിലാക്കിയ ഒരേ ഒരു മനുഷ്യനായിരുന്നു അവനെന്ന്. പക്ഷേ അടുത്ത നിമിഷം കുഞ്ഞൊന്ന് ചെറുതായി കരഞ്ഞു. രേണു ഉടനെ കത്ത് മടക്കി പുസ്തകത്തിനുള്ളിൽ തന്നെ വെച്ചു. കുഞ്ഞിനെ കയ്യിലെടുത്തു. എൻ്റെ ലോകം നീയാണ് മോനെ. ഇനി ആരുടെയും ഓർമ്മകൾക്കായി ഞാൻ തകരില്ല. അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തെരെ മുത്തമിട്ടു. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് മോനെയും കെട്ടിപ്പിടിച്ച് അവൾ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. പുലർച്ചെ അലാറമടിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൾ എണീറ്റത്. ഇന്നു മുതലാണല്ലോ ലക്ഷ്മി ചേച്ചിയോട് ജോലിക്ക് കയറാമെന്ന് പറഞ്ഞത്. നേരത്തെ പോകണം. അവൾ അച്ഛമോനെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റു. ഒന്നും കൂടെ അവനെ പുതപ്പിച്ചു. വേഗം അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ പാത്രങ്ങൾ അവളോട് മൃദുവായി മിണ്ടിത്തുടങ്ങി. ചായയുടെ ആവിയിൽ പുലരിയുടെ തണുപ്പ് അലിഞ്ഞു ചേർന്നു. കുഞ്ഞിന് വേണ്ട പാൽ ചൂടാക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിശബ്ദഗാനം മുഴുകി. ചെറുപാദങ്ങളുടെ ചലനങ്ങൾക്കിടയിൽ അവൾ വീട്ടുപണികൾ ഒന്നൊന്നായി തീർത്തു. ഘടികാരത്തിൻ്റെ കുത്തുകൾ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു സമയം ആരെയും കാത്തിരിക്കില്ലെന്ന്. ഓഫീസിലേക്ക് പോകാൻ ധൃതിയിൽ ഒരുക്കമാകുമ്പോഴും കണ്ണുകളിൽ തളർച്ചയും ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു അവൾക്ക്. അവളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുൻ ഭർത്താവും അനിയത്തിയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവളുടെ ഹൃദയം തളർന്നു പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ പോലും അവൾ പുറത്തേക്ക് ഒഴുകിയില്ല. എല്ലാം അവൾ ഉള്ളിലൊതുക്കുകയായിരുന്നു. തൻ്റെ എല്ലാമായിരുന്ന സുധിയേട്ടൻ, കൂടെ പിറന്ന അനിയത്തി രേഖ, എന്തിനാണ് ഇവരൊക്കെ തന്നോട് ഇങ്ങനെ ചെയ്തത്? അവളുടെ ഉള്ളിൽ നീറുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് റൂമിൽ നിന്നും അച്ചുമോൻ്റെ കരച്ചിൽ കേട്ടത്. അവൾ വേഗം റൂമിലേക്ക് ഓടി. കുഞ്ഞിനെ എടുത്ത് അടുക്കളയിലേക്ക് വന്നു. തണുപ്പിച്ച പാൽ കുപ്പിയിലൊഴിച്ച് മെല്ലെ മെല്ലെ അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും രേണുവിൻ്റെ അമ്മ അവിടേക്ക് വന്നു. മോളെ മതി, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ, നീ വേഗം റെഡിയായിക്കോളൂ. അതും പറഞ്ഞവർ കുഞ്ഞിനെ എടുത്തു. രേണു വേഗം റെഡിയായി ടെക്സ്റ്റൈൽസിലേക്ക് പോകാനായി. അവൾ ബസ് കയറാൻ വേഗത്തിൽ നടന്നു. പുലരിയുടെ കാറ്റ് അവളുടെ ദുപ്പട്ടയെ അല്പം തഴുകി. വഴിയരികിലെ ചായക്കടയിൽ നിന്നുയരുന്ന പുകയിലും പുലർച്ചെ തുറക്കുന്ന കടകളുടെ ശബ്ദത്തിലും ഒരു പുതിയ ദിവസത്തിൻ്റെ തിരക്ക് നിറഞ്ഞിരുന്നു. അവൾ റോഡ് കടക്കാൻ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് നിശ്ചലമാക്കിക്കൊണ്ട് മുന്നിലൂടെ ഒരാൾ നടന്നു പോകുന്നു. പരിചിതമായൊരു നടപ്പ്. ഇത് മനസ്സ് ഒന്ന് പിടഞ്ഞു. മുഴുവൻ മുഖവും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. ഒരു മിന്നായം പോലെ മാത്രം. ഓർമ്മകളുടെ മറവിൽ നിന്ന് ആരോ ഒരു നിമിഷം തലമുക്കി നോക്കിയ പോലെ. അവൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കാൻ ശ്രമിക്കുന്നതിനിടെ ദൂരെ നിന്ന് ബസ്സിൻ്റെ ഹോൺ മുഴങ്ങി. അവളുടെ ചിന്തകളെ തള്ളിമാറ്റി ബസ് നിർത്തി. ബസ്സിൽ കയറുന്നതിനിടയിൽ വേഗത്തിൽ ഒരു നിമിഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കി. ആ മുഖം അപ്പോൾ അവിടെയില്ല. അവൾ ബസ്സിലേക്ക് കയറി. ഹൃദയത്തിൽ ചെറിയൊരു ആശങ്കയും വ്യക്തമാക്കാത്ത ഒരു ചോദ്യം കൂടി. ബസ് മുന്നോട്ട് നീങ്ങി. പക്ഷേ മിന്നായം പോലെ കണ്ട ആ മുഖം അവളുടെ മനസ്സിൽ നിശ്ചലമായി നിന്നു. പുതിയ ജീവിതത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ പഴയൊരു ഓർമ്മ വീണ്ടും ഉണർന്നതുപോലെ. അവൾ ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ആരെയായിരിക്കും കണ്ടത്? തുടർന്ന് കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ.